മോഡൽ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് നെസസറി ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് വേണം. ഫസ്റ്റ് വൺ, ഇൻക്രിമെൻ്റൽ സെയിൽസ് ആൻഡ് ഏർണിങ്സ് ആസ് എ റിസൾട്ട് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദിസ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള സെയിൽസ് അതേപോലെയുള്ള ഏർണിങ്സ്, നമ്മൾ കൂടുതൽ സെയിൽസ് നടത്തണം, അതിലൂടെ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാം. ആസ് എ റിസൾട്ട് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദിസ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് അങ്ങനെ ഒരു ഗുണം നമുക്ക് വേണം. സെയിൽസും കൂടണം, നമ്മുടെ ഏർണിങ്സും കൂടണം. പിന്നെ ചേഞ്ച് ഇൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കൂടണം, അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൂടണം. അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ വീണ്ടും നമ്മുടെ അടുത്ത് വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം. Another HR effort that drive customer satisfaction is that of leveraging the executive education process. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് പിന്നെ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യണമെന്ന്. By inviting senior executive from major customers to attend and share an executive education experience. നമ്മുടെ നല്ല വലിയ കസ്റ്റമേഴ്സിനെ അതേപോലെ തന്നെ നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ്സിനെ ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത് നമുക്ക് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ Kodak executive and Eastman Kodak succeed in achieving 2 goals. ഇപ്പോൾ കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഈസ്റ്റ്മാൻ കൊഡാക്ക് കമ്പനിയുടെ 2 ഗോൾസ് അവരതുകൊണ്ട് സക്സസ്ഫുള്ളായി. ആ 2 ഗോൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് എ ഗ്രേറ്റർ ഷെയർഡ് മൈൻഡ് സെറ്റ് വിത്ത് കീ കസ്റ്റമേഴ്സ്. അവരെ കീ കസ്റ്റമേഴ്സുമായിട്ട് അവരെ മെയിൻ കസ്റ്റമേഴ്സുമായിട്ട് അവരൊരു ഷെയർഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തു. അതായത് ട്രെയിനിങ്സ് കൊടുത്തു, കസ്റ്റമേഴ്സിനെയും എക്സിക്യൂട്ടീവ്സിനെയും ഒരുമിച്ച് വിളിച്ച് ട്രെയിനിങ്സ് കൊടുത്തു. എനേബിളിംഗ് ഈസ്റ്റ്മാൻ കൊഡാക്ക് ടു മീറ്റ് കസ്റ്റമർ നീഡ്സ് മോർ ഇഫിഷ്യൻ്റ്ലി. അപ്പോൾ കസ്റ്റമറിൻ്റെ നീഡ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിച്ചത്. The performance measure is a degree of change in customer satisfaction and the commitment as a result of the shared executive education experience. അപ്പം ഈ പെർഫോമൻസ് മെഷർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് വരുന്ന പെർഫോമൻസ് മെഷർ എന്ന് പറയുന്നത് എത്ര കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചേഞ്ച് വന്നു, അതെന്താ, ആൻഡ് ദ കമ്മിറ്റ്മെൻറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഷെയർഡ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ വ്യത്യാസം വന്നത്. അതാണ് നമ്മുടെ പെർഫോമൻസ് മെഷറായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് HR ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.